ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ. ഏറെ നാളായി നടന്ന ചർച്ചകൾക്കും തർക്കങ്ങൾക്കും ഒടുവിലാണ് വടകരയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ഏറെ കാത്തിരിപ്പിനൊടുവിൽ യു.ഡി.എഫിന് ലഭിച്ചത് മികച്ച സ്ഥാനാർത്ഥിയെ തന്നെയാണ്. കെ മുരളീധരനെ പറ്റിയാണ് ഇലക്ഷൻ ഡെസ്കിൽ ഇന്ന്. പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ കേരള മുഖ്യമന്ത്രിയുമായിരുന്ന കെ കരുണാകരന്റെയും കല്യാണിക്കുട്ടിയമ്മയുടെയും മകനായി 1957 മെയ് 14 തൃശൂരിലാണ് കണ്ണൂർ മുരളീധരൻ എന്ന കെ മുരളീധരൻ ജനിച്ചത്. തൃശൂർ പൂങ്കുന്നം ഗവൺമെന്റ് ഹൈസ്കൂൾ, തിരുവനന്തപുരം മാർവാനീസ് കോളേജ് എന്നിവിടങ്ങളിലായി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മുരളീധരൻ തിരുവനന്തപുരം ലോ അക്കാദമിയിൽ നിന്ന് നിയമബിരുദം നേടി. കുറച്ചുകാലം അഭിഭാഷകനായി പ്രവർത്തിച്ചിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പോഷക സംഘടനയായ സേവാദൾ പ്രവർത്തകനായാണ് കെ മുരളീധരൻ സ്ഥിരം രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് പ്രവേശിക്കുന്നത്. സേവാദളിലെ വിവിധ സ്ഥാനമാനങ്ങളിലൂടെ ഉയർന്ന അദ്ദേഹം സംഘടനയുടെ സംസ്ഥാന മേധാവിയായിരിക്കെ 1989 കോഴിക്കോട് മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ആദ്യമായി മത്സരിച്ചു ജയിച്ചു. അതിനുശേഷം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റുമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1991 99 കോഴിക്കോട് നിന്ന് ലോക്സഭയിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. 2001-2004 കാലഘട്ടത്തിൽ എ.കെ. ആന്റണി കേരള മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കെ മുരളീധരനായിരുന്നു KPCC പ്രസിഡന്റ്. 2004 ഫെബ്രുവരി 11 ആന്റണി മന്ത്രിസഭയിൽ വൈദ്യുത മന്ത്രിയായി മുരളീധരൻ ചുമതലയേറ്റു. എന്നാൽ 6 മാസത്തിനകം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടതിനാൽ മെയ് 14 അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചു. അതിനുശേഷം 2005 കെ കരുണാകരന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട DICയുടെ സംസ്ഥാന പ്രസിഡന്റായി മാറി. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിൽ നിന്ന് കെ മുരളീധരൻ ജനവിധി നേടി. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച മുരളീധരൻ 2016 ഈ വിജയം ആവർത്തിച്ചു. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാൽ ഇളയ സഹോദരിയാണ്. ജ്യോതിയാണ് മുരളീധരന്റെ ഭാര്യ. ശബരീഷ്, അരുൺ എന്നിവരാണ് മക്കൾ. ഇലക്ഷൻ ഡെസ്ക്, ബിഗ് 14.